ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് പെസഹ വ്യാഴത്തിൻ്റെ തിരുക്കർമ്മങ്ങളാണ്. നമുക്ക് രാവിലെയാണ്, സിറിയൻസ് ആയതുകൊണ്ട് രാവിലെയാണ് പള്ളിയിൽ കുർബാനകളൊക്കെ, തിരുക്കർമ്മങ്ങളൊക്കെ രാവിലെയാണ്. നമ്മളിത് രാവിലെ പള്ളിയിൽ വന്നിട്ടുണ്ട്. 6:30 പള്ളിയിൽ. അപ്പോൾ കാലുകളിൽ ശുശ്രൂഷയൊക്കെ രാവിലെ തന്നെയായിരുന്നു. ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിൻ്റെ ഓർമ്മയനുസരിച്ചാണ് നമ്മളിന്ന് പെസഹ ആചരിക്കുന്നത്. അങ്ങനെ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മിക്കു ഞങ്ങളുടെ ഉറങ്ങിയിട്ടൊന്നുമില്ല. മിക്കു രാവിലെ ഞങ്ങളുടെ കൂടെ എണീറ്റതാണ്. മിക്കുത് അവിടെ ഓടി നടപ്പുണ്ട്. മിക്കുവിന് പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ മിക്കു പിള്ളേരുടെ കൂടെയൊക്കെ ഓടി നടപ്പുണ്ട്. പള്ളിയിലെല്ലാം നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരാധന തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് മുഴുവൻ നമുക്ക് ആരാധനയായിരിക്കും. അപ്പോൾ ഈശോനെ, ദിവ്യകാരുണ്യത്തിലടങ്ങിയ ഈശോനെ നമുക്ക് പ്രദക്ഷിണമായിട്ട് അച്ഛൻ ആരാധന നടക്കുന്ന സ്ഥലത്തേക്ക് വെക്കാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുപോകണതാണ്. നമ്മളിത് ആരാധന ഈശോയ്ക്ക് മുമ്പിൽ നന്ദി പറയണതാണ്. കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണതാണ്. ഇന്ന് വൈകുന്നേരം ഒരു 7 മണി വരെ നമുക്ക് ഇന്ന് പള്ളിയിൽ ആരാധനയുണ്ട്. അങ്ങനെ നമ്മുടെ പൊതു ആരാധന കഴിഞ്ഞിട്ടുണ്ട്. പൊതു ആരാധന കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഈശോ ശിഷ്യന്മാരുടെയും അന്ത്യത്താഴ വിരുന്നിൻ്റെ ദൃശ്യാവിഷ്കരണമാണ്. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. മനുഷ്യപുത്രനിത മർദ്ദകരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു. ഈ രാത്രി നിങ്ങളെല്ലാവരും ഇടറും. ആടുകൾ ചിതറിപ്പോകും. ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുക. അങ്ങനെ ഇടവകയിലെ കലാകാരന്മാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൃശ്യാവിഷ്കരണം ഇവിടെ കഴിഞ്ഞിരിക്കണേണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛൻ പെസഹാപ്പവും പാലും വെഞ്ചരിച്ചിട്ട് തരാൻ പോണേണ്. ആദ്യം യേശുവിനും ശിഷ്യന്മാർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും തന്നു. അപ്പോൾ പള്ളിയിലത്തെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മ തൈക്കുടം പള്ളിയിലാണ് പോയിരിക്കണത്. അപ്പോൾ അമ്മാമ്മ വന്നിട്ടാണ് നമ്മൾ അപ്പവും പാലും കഴിക്കണത്. ഞങ്ങളുടെ പെസഹ തിരുനാൾ ഇത്രയേ ഉള്ളൂ. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നു പോകലാണ്.